चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। Hare Krishna 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 Hare 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 Rama 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 Hare Hare। Om Namo Bhagavate Vasudevaya। Om Namo Bhagavate Vasudevaya। Om Namo Bhagavate Vasudevaya। नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माधुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवासां प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोऽस्मि। ശ്രീചൈതന്യചരിതാമൃതം മധ്യലീലയിലെ ഒന്നാമത്തെ അധ്യായം നമ്മൾ ഇവിടെ തുടരുകയാണ്. മധ്യലീല ഒന്നാമത്തെ അധ്യായം നേരത്തെ പറഞ്ഞതുപോലെ മധ്യലീലയിലുള്ള എല്ലാ വിഷയങ്ങളുടെയും സംക്ഷേപവും അതിനോടൊപ്പം തന്നെ അന്ത്യലീലയെക്കുറിച്ചിട്ടുള്ള വളരെ സംക്ഷിപ്തമായ വർണ്ണനയും അടങ്ങുന്നതാണ്. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ കണ്ടത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തിൻ്റെ യാത്രകൾ, അദ്ദേഹം ദക്ഷിണ ഭാരതത്തിലും ഉത്തര ഭാരതത്തിലുമെല്ലാം യാത്ര ചെയ്തതും അവിടെ മഹാപ്രഭു കണ്ടുമുട്ടിയ അനേകം വിശിഷ്ട വ്യക്തിത്വങ്ങളെക്കുറിച്ചിട്ടും പിന്നീട് മഹാപ്രഭുവിൻ്റെ ജഗന്നാഥപുരിയിലുള്ള ചില ലീലകളെക്കുറിച്ചിട്ടും നമ്മൾ കണ്ടു. 148 ശ്ലോകം മുതൽ മഹാപ്രഭു വീണ്ടും വൃന്ദാവനത്തിലേക്ക് പോകാനുള്ള മഹാപ്രഭുവിൻ്റെ രണ്ടാമത്തെ ശ്രമം, അതിനെക്കുറിച്ചിട്ടാണ് 148 ശ്ലോകം മുതൽ തുടങ്ങുന്നത്. വൃന്ദാവനം സന്ദർശിക്കുവാൻ വേണ്ടി ഭഗവാൻ മഹാപ്രഭു ആദ്യം ബംഗാളിലേക്ക് പോയി. പുരിയിൽ നിന്നും ബംഗാളിലേക്ക് പോകുന്ന ഭദ്രക് എന്ന് പറയുന്ന സ്ഥലം വരെ രാമാനന്ദരായർ മഹാപ്രഭുവിനോടൊപ്പം പോയി. പോകുന്ന വഴിയിൽ പ്രതാപരുദ്ര മഹാരാജാവ് മഹാപ്രഭുവിന് അനേകം തരത്തിലുള്ള സേവനങ്ങൾ സമർപ്പിച്ചു. അങ്ങനെ ബംഗാളിലേക്ക് പോകുന്ന വഴിയിൽ മഹാപ്രഭു വിദ്യാനഗരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ കുറച്ച് തങ്ങുകയുണ്ടായി. അവിടെ വിദ്യാവാചസ്പതി എന്ന് പറയുന്ന സാർവഭൗമ ഭട്ടാചാര്യരുടെ സഹോദരൻ്റെ വീട്ടിലാണ് മഹാപ്രഭു താമസിച്ചത്. അപ്പോൾ അവിടെ ധാരാളം ആളുകൾ മഹാപ്രഭുവിനെ കാണുവാനായിട്ട് അവിടെ വന്നെത്തി. അപ്പോൾ ഈ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ മഹാപ്രഭുവിന് അല്പം സങ്കോചം തോന്നുകയും അദ്ദേഹം അന്ന് രാത്രി തന്നെ അവിടെ നിന്നും കുലിയ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്തു. കുലിയ ഗ്രാമത്തിലെത്തിയപ്പോഴും ധാരാളം ആളുകൾ മഹാപ്രഭുവിനെ കാണുവാൻ വേണ്ടിയിട്ടെത്തി. അപ്പോൾ അവിടെ വച്ചിട്ടാണ്, ആ കണ്ടുമുട്ടലിലാണ് മഹാപ്രഭു ഗോപാലചാപ്പലൻ, നമ്മൾ നേരത്തെ കണ്ട ആ വളരെ അപരാധിയായിട്ടുള്ള ബ്രാഹ്മണനെയും അതുപോലെ ദേവാനന്ദ പണ്ഡിതൻ എന്ന് പറയുന്ന ഭാഗവത പ്രവക്താവിനെയും അവർക്ക് രണ്ടുപേർക്കും ഭഗവാൻ കാരുണ്യം അവിടെ കാണിച്ചതായിട്ടും അതുപോലെ തന്നെ ധാരാളം നിരീശ്വരവാദികൾക്കും അപരാധികൾക്കും പ്രഭു അവിടെ വച്ച് കൃഷ്ണപ്രേമം നൽകി. നരസിംഹാനന്ദ ബ്രഹ്മചാരി എന്ന് പറയുന്ന മഹാപ്രഭുവിൻ്റെ ഒരു വലിയ ഭക്തൻ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹം അറിഞ്ഞു. അപ്പോൾ കുലിയഗ്രാമത്തിൽ നിന്നും മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന ആ വഴിയെക്കുറിച്ചിട്ട് നരസിംഹാനന്ദ ബ്രഹ്മചാരി തൻ്റെ മനസ്സിൽ ഇങ്ങനെ സങ്കല്പിക്കുകയും, അപ്പോൾ അവിടെ മഹാപ്രഭുവിന് നടന്നു പോകാനായിട്ട് നല്ല വീതിയുള്ള ഒരു വഴി അദ്ദേഹം തന്നെ മനസ്സിൽ തന്നെ ആ വഴി വെട്ടുകയാണ്. എന്നിട്ട് അദ്ദേഹം ആ വഴി നീളെ നല്ല മുത്തുകളെല്ലാം കൊണ്ട് അലങ്കരിച്ചു. എന്നിട്ട് അതിന് മുകളിൽ കൂടെ അദ്ദേഹം ധാരാളം ഞെട്ടില്ലാത്ത പൂവുകൾ തൂകി.
രണ്ട് ഭാഗത്തും ബകൂല വൃക്ഷങ്ങൾ വച്ച് പിടിപ്പിച്ചു. പോകുന്ന വഴിയിലെല്ലാം അമൃത് പോലെ ജലമുള്ള അനേകം തടാകങ്ങൾ അദ്ദേഹം പണിതു. അപ്പോൾ അവിടെ ആ തടാകത്തിൽ കുളിക്കടവുകളിലെല്ലാം അദ്ദേഹം മുത്തുകളെല്ലാം പാകി. ആ തടാകങ്ങളിലെല്ലാം അദ്ദേഹം വളരെ സൗരഭ്യമേറുന്ന താമരപ്പൂക്കൾ വച്ച് പിടിപ്പിച്ചു. അപ്പോൾ അങ്ങനെ ആ പോകുന്ന വഴിയിലെല്ലാം ഇങ്ങനെ മന്ദമാരുതനിലൂടെ ഈ താമരപ്പൂവിൻ്റെ സുഗന്ധവും, ഇങ്ങനെ അദ്ദേഹം ആ മഹാപ്രഭു പോകുന്ന ഒരു വഴി തൻ്റെ മനസ്സിൽ തന്നെ വഴി വെട്ടി അതിനെങ്ങനെയെല്ലാം അലങ്കരിച്ച് അദ്ദേഹം ഇങ്ങനെ അലങ്കരിച്ച് കുലിയ ഗ്രാമത്തിൽ നിന്നും ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കനായ് നട്ശാല എന്ന് പറയുന്ന ആ സ്ഥലം വന്നെത്തിയപ്പോൾ അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് തൻ്റെ മനസ്സിൽ ആ വഴി പിന്നീട് വെട്ടാൻ കഴിയാതെ വന്നു. അതായത് കനായ് നട്ശാല എത്തിയപ്പോൾ പിന്നെ വഴി അങ്ങ് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന ഭക്തന്മാരോട് പറഞ്ഞു, മഹാപ്രഭു ഇത്തവണയും വൃന്ദാവനത്തിലേക്ക് പോകില്ല. മഹാപ്രഭു കനായ് നടശാല വരെ പോയിട്ട് മടങ്ങി വരും എന്ന്. ഇതിനെക്കുറിച്ചിട്ട് പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാൻ യഥാർത്ഥത്തിൽ ഭഗവാനെ നമ്മൾ ഭാവഗ്രാഹി എന്നാണ് വിളിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യുന്ന സേവനത്തിനെ ഭഗവാൻ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ സേവനത്തിൽ നമ്മൾ എന്ത് ഭാവത്തോടു കൂടിയാണോ ഞാൻ ആ സേവനം ചെയ്യുന്നത്, ആ ഭാവത്തെയാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭഗവാന് നിത്യവും നമ്മൾ ആരതി ചെയ്യുന്നു അല്ലേ? അപ്പോൾ നമ്മൾ കൊളുത്തി കാണിക്കുന്ന നെയ്യിൽ മുക്കിയ തിരിയിലുള്ള അഗ്നിയെയാണോ ഭഗവാൻ സ്വീകരിക്കുന്നത്? ആ അഗ്നിയാണോ ഭഗവാൻ സ്വീകരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ദിവസവും തയ്യാറാക്കുന്ന നിവേദ്യം ഇല്ലേ, പാൽപ്പായസം വച്ചു, അതിൽ പഞ്ചസാര കൂടിപ്പോയോ ഇല്ലെങ്കിൽ അതിൽ ഏലക്കായുടെ മണമുണ്ടോ, ഇതാണോ ഭഗവാൻ നോക്കുന്നത്? ഇതെല്ലാം ഭൗതികമായിട്ടുള്ള വസ്തുക്കളാണല്ലോ. ഈശോപനിഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഭഗവാൻ ഈ ഭൗതിക വസ്തുക്കളുമായിട്ടൊന്നും ഒരിക്കലും അദ്ദേഹം സമ്പർക്കം പുലർത്തുന്നതേയില്ല ഇല്ലേ? അപ്പോൾ എന്തിനെയാണ് ഗ്രഹിക്കുന്നത്? ഭഗവാൻ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന അത് ഞാൻ ആരതി ഒഴിയുന്നതാണെങ്കിലും, ഞാൻ ഭഗവാന് നിവേദിക്കുന്ന വസ്തുവാണെങ്കിലും, മറ്റ് ഞാൻ ഭഗവാന് വേണ്ടി എന്ത് തന്നെ ചെയ്യുന്ന സേവനമാണെങ്കിലും, യഥാർത്ഥത്തിൽ ഭഗവാൻ അവിടെ സ്വീകരിക്കുന്നത് ഞാൻ എന്ത് ഭാവത്തോടു കൂടി അത് ഭഗവാന് നൽകുന്നുവോ, എന്ത് ഭാവത്തോടു കൂടിയിട്ടാണോ ഞാനത് ഭഗവാന്റെ സമക്ഷത്തിൽ സമർപ്പിക്കുന്നത്, ആ ഭാവത്തിന് മാത്രമേ ഭഗവാൻ സ്വീകരിക്കുന്നുള്ളൂ. ഈ നരസിംഹാനന്ദ ബ്രഹ്മചാരി ഒരു ദരിദ്രനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഭൗതികമായിട്ട് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സേവനവും ചെയ്യാൻ അദ്ദേഹത്തിന് വഴിയില്ല, ഒരു നിവൃത്തിയുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് മഹാപ്രഭു പോകുന്ന വഴിയെല്ലാം നന്നായിരിക്കണം. കാരണം മഹാപ്രഭു എത്രയോ ദൂരം നടന്നു വേണം അങ്ങോട്ട് എത്തുവാനായിട്ട്. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം നല്ല വഴി മഹാപ്രഭുവിന് വെട്ടിക്കൊടുക്കണം, അവിടെ എല്ലാം പൂക്കൾ വിതരണം. അപ്പോൾ മഹാപ്രഭു നടന്നു പോകുമ്പോൾ കാലിന് എത്രയും മാർദ്ദവത്തോട് കൂടിയിട്ടിരിക്കും. പോകുന്ന വഴിയിൽ മഹാപ്രഭുവിന് കുളിക്കാനും വെള്ളം കുടിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഒരു വലിയ ചക്രവർത്തി ചിന്തിക്കുന്നത് പോലെയാണ് നരസിംഹാനന്ദ ബ്രഹ്മചാരി ചിന്തിക്കുന്നത്. പക്ഷെ കൊടുക്കാനൊന്നുമില്ല. അതുകൊണ്ട് എന്താ ചെയ്തത്? എല്ലാം തൻ്റെ മനസ്സിൽ അങ്ങ് സങ്കല്പിച്ചു. എല്ലാം മനസ്സിൽ സങ്കല്പിച്ച് ആ സേവനമാണ് നരസിംഹാനന്ദ ബ്രഹ്മചാരി നൽകിയത്. പക്ഷേ അദ്ദേഹം മനസ്സിൽ സങ്കല്പിച്ചതിൻ്റെ പരിശുദ്ധത അത്രമാത്രമായതുകൊണ്ടാണ് കനായ് നടശാല വരെ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത്, ഇനി അങ്ങോട്ട് എനിക്ക് വഴി വെട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മഹാപ്രഭു അവിടം കടന്നു പോവുകയില്ല. അപ്പോൾ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ മനസ്സുകൊണ്ടാണെങ്കിലും എന്തെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അതും ഭഗവാൻ അറിയുകയും കാണുകയും ചെയ്യുന്നുണ്ട്.
ഇതിൻ്റെ തെറ്റായ അർത്ഥം എടുക്കരുത്. അതായത് നാളെ മുതൽ ഞാൻ രാവിലെ പാൽ തിളപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കും, ചൂടാറ്റുന്നതായിട്ട് സങ്കല്പിക്കും, പഞ്ചസാര ഇടുന്നതായി സങ്കല്പിക്കും, വയ്ക്കുന്നതായി സങ്കല്പിക്കും. ഇല്ലേ? നല്ല ഉറങ്ങിക്കിടക്കും, നമ്മൾ സ്വപ്നത്തിന് നല്ല ആരതി ചെയ്യും, ഇല്ലേ? ജപിക്കും. ചിലപ്പോൾ 16 മാലയൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ജപിച്ച് കഴിയും. പിന്നെ കണ്ണ് തുറന്ന് നോക്കുമ്പോഴായിരിക്കും നേരം വെളുത്ത് 7 മണി കഴിഞ്ഞു. പക്ഷേ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ ജപവും കഴിഞ്ഞ് ആരതിയും കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് എല്ലാം സ്വപ്നത്തിലായിരുന്നു. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം പോലും നമുക്ക് ഭഗവാന് നമ്മുടെ മനസ്സ് കൊണ്ടിട്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലയോ ഭഗവാനെ, എനിക്ക് നൽകുവാനായിട്ട് ഒന്നുമേയില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ മനസ്സുകൊണ്ട് ഞാൻ നൽകുകയാണല്ല. അപ്പോൾ ഒന്നും നൽകാനില്ലാത്ത അകിഞ്ചനനായ ഒരു ഭക്തൻ്റെ അടുത്ത് നിന്ന് ഭഗവാൻ ഇങ്ങനെയുള്ളതിനെയും സ്വീകരിക്കും. ചെയ്യാൻ കഴിവുള്ള നമ്മൾ എന്ത് തന്നെ, അത് ഞാനീ പറഞ്ഞതുപോലെ എല്ലായ്പ്പോഴും എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ചെയ്യാൻ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്താലും അത് നമുക്ക് ഭഗവാനോട് പറയും, ഇപ്പോൾ എൻ്റെ അവസ്ഥയിൽ ഇതാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇതങ്ങ് സ്വീകരിക്കണമേ എന്ന്. മനസ്സിലായില്ലേ? അല്ലാതെ നമ്മൾ വയ്ക്കുന്ന പാലോ നമ്മൾ വയ്ക്കുന്ന പഴമോ നമ്മൾ ഒഴിയുന്ന ആരതിയിലെ പുകയോ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന അഗർബത്തിയുടെ സുഗന്ധമോ ഇതൊന്നുമല്ല ഭഗവാൻ ഗ്രഹിക്കുന്നത്. ഞാൻ എന്ത് ഭാവത്തോടു കൂടിയാണോ അത് നൽകുന്നത് അതിനെയാണ് എല്ലായ്പ്പോഴും ഭഗവാൻ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നരസിംഹാനന്ദ ബ്രഹ്മചാരിയിൽ നിന്നും നമ്മൾ തിരിച്ചറിയുന്നത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ആ ചെയ്യുന്ന ഭാവം ഏറ്റവും പരമപ്രധാനമാണ്. ഇതെൻ്റെ ഒരു പെറ്റ് സബ്ജക്റ്റാണ്. പ്രഭുപാദർ എപ്പോഴും പറയുന്നത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടല്ലേ. ഈ ഭാവം എന്ന് പറയുന്നത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ കയ്യിലോ കാലിലോ തലയിലോ ഇവിടെ ഒന്നുമല്ല. ഈ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ അവബോധത്തിനുള്ളിലിരിക്കുന്ന ഒരു സാധനമല്ലേ, അല്ലേ? അപ്പോൾ ആ അവബോധത്തിനകത്തുള്ള ഭാവം എന്താണോ അതിനെയാണ് ഭഗവാൻ കൈക്കൊള്ളുന്നത്. അപ്പോൾ ആ ഭാവം കൂടുതൽ ശുദ്ധീകൃതമാകുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ അത് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നതെന്തും ഭഗവാൻ കൂടുതൽ ആനന്ദത്തോടു കൂടിയിട്ട് സ്വീകരിക്കും. അതുകൊണ്ടാണല്ലോ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഭജതാം പ്രീതിപൂർവകം എന്നെടുത്ത് പറയുന്നത്. നമ്മുടെ ഭജനയിൽ അത് നമ്മളും പ്രീതിപൂർവകമായിട്ട് ചെയ്യുമ്പോഴാണ് ഭഗവാനും അതിൽ പ്രീതിപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ എന്ത് സേവനമാണെങ്കിലും അതിപ്പോൾ ചെറുതോ വലുതോ എങ്ങനെയുമാകും, അത് വളരെ പ്രീതിയോട് കൂടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ ആ എൻതൂസിയാസം എന്ന് പറയില്ലേ, നമ്മുടെ ആ ഉത്സാഹത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ കാര്യമായിരിക്കാം, ഇല്ലേ? നമ്മൾ ചെയ്യുന്ന സേവനം വളരെ ചെറുതായിരിക്കും. മറ്റു മല ഭക്തന്മാരും ചെയ്യുന്നത് പോലെ മലയെടുത്ത് മറിക്കാനൊന്നും നമുക്ക് കഴിയില്ലായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും അത് ആത്മാർത്ഥതയോടുകൂടി പ്രീതിയോട് കൂടിയിട്ട് ഞാനത് ഭഗവാന് സമർപ്പിച്ച് കഴിയുമ്പോൾ സത്യത്തിൽ ഭഗവാൻ വളരെ ആനന്ദിതനാവുകയാണ്. അല്ലാതെ നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഭഗവാൻ നോക്കുന്നില്ല. ഞാൻ പൊക്കുന്ന കല്ല് എത്ര ഭാരിച്ചതാണെന്നുള്ളത് ഭഗവാൻ നോക്കുന്നില്ല. കാരണം എന്നെക്കൊണ്ടൊരു ചെറിയ ഒരു മണൽത്തരിയെ എടുക്കാൻ പറ്റുള്ളൂ എങ്കിലും ഭഗവാൻ എന്നെയും അതുപോലെ തന്നെ തലോടും. ഇത് നമ്മൾ ശ്രീരാമചന്ദ്രമൂർത്തിയിൽ നിന്നും പ്രത്യക്ഷമായി കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ എന്നാൽ കഴിയുന്നത് മൺതരിയാണെങ്കിൽ അത് ഞാൻ എടുത്താലും മതി. പക്ഷേ എന്നെക്കൊണ്ട് ഹിമാലയം പൊക്കാൻ പറ്റുന്ന ഞാൻ മൺതരി എടുത്തവൻ്റെയും മുതുകിൽ തലോടിയല്ലോ എന്ന് വിചാരിക്കുന്നിടത്താണ് നമ്മൾ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭാവം എന്ന് പറയുമ്പോൾ രണ്ട് കാര്യം, ഒന്ന് വളരെ പ്രീതിയോട് കൂടിയിട്ടും, രണ്ട് ഇതാണോ എന്നെക്കൊണ്ട് കഴിയുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മുടെ സേവനം എന്ന് പറയുന്നത്.
ഇവിടെ അതുകൊണ്ടാണ് നരസിംഹാനന്ദ ബ്രഹ്മചാരിക്ക് മനസ്സിലായത് ഇനി അപ്പുറത്തോട്ട് ഭഗവാൻ പോയി. എത്ര ധൈര്യത്തോടു കൂടിയാണ് ഒരു ഭക്തൻ പറയുന്നത് ഇത്തവണ ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോവില്ല. എനിക്കറിയാം എന്തുകൊണ്ടാണ്. കാരണം ഞാൻ വഴി വെട്ടിയപ്പോൾ അവിടെ വന്നപ്പോൾ നിന്നല്ലോ. ഇനി ഭഗവാൻ എങ്ങനെ പോവും? അല്ലേ? അപ്പോൾ ഇത്ര ധൈര്യം ഒരു ഭക്തൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഭഗവാൻ എത്തുന്നതിന് മുമ്പ് ഒരു ഭക്തൻ പ്രഖ്യാപിച്ചു ഭഗവാൻ പോവില്ല. അപ്പോൾ ഇവിടെ ഭഗവാനേക്കാൾ കൂടുതൽ നിശ്ചയം ഈ കാര്യത്തിൽ ഭക്തനായി മാറി. എങ്ങനെയാണ്? കാരണം ഭക്തൻ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചതാണ്. വൃന്ദാവനം വരെ വഴിവെട്ടാനാണ് നരസിംഹാനന്ദ ബ്രഹ്മചാരി തീരുമാനിച്ചിരിക്കുന്നത്. വഴിവെട്ടാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം തീരുമാനിച്ചു അപ്പോൾ ഭഗവാൻ പോവില്ല. പോകണമെങ്കിൽ ഞാൻ വഴി വെട്ടണമല്ലോ. അപ്പോൾ ഈ ഭഗവാന്റെ വഴിയിൽ പൂവ് വിതറുക എന്നുള്ളത് ഞാനൊരു ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അതെൻ്റെ ഹൃദയപൂർവമായിട്ട് മുഴുവൻ ഹൃദയത്തോടു കൂടിയിട്ട് ആണ് ഞാൻ ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ പകുതി വഴിയേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കറിയാം ഇവിടം വരെ ഭഗവാൻ പോകും. അപ്പോൾ നരസിംഹാനന്ദ ബ്രഹ്മചാരിയുടെ ഈ ലീല എന്ന് പറയുന്നത് നമുക്ക് വളരെ വളരെ പ്രചോദനമേകുന്ന ഒരു കാര്യമാണ്. അതായത് എനിക്കൊരു ഫെസിലിറ്റി ഇല്ലല്ലോ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല. എനിക്കിതിനുള്ള കഴിവില്ലല്ലോ, മറ്റൊരാൾ ചെയ്യുന്ന പോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഇല്ലേ? നമ്മളാരും വിചാരിച്ചാൽ അംബരീഷ് പ്രഭുവിനെ പോലെ പ്രഭുപാദർക്ക് വേണ്ടിയിട്ട് 600 കോടി എടുത്ത് പുഷ്പം പോലെ വിതറാൻ പറ്റുമോ? പറ്റില്ല, ഇല്ലേ? അപ്പോൾ അംബരീഷ് പ്രഭു പ്രഭുപാദരെ സംബന്ധിച്ചിടത്തോളം ഹനുമാനാണ്. പ്രഭുപാദരുടെ ഹനുമാനാണ് അംബരീഷ് പ്രഭു. അദ്ദേഹം വിചാരിച്ചാൽ ഏത് വലിയ പർവ്വതവും എടുത്താൽ പൊങ്ങും, അല്ലേ? മറ്റുള്ളവർക്ക് അത് പറ്റുന്നില്ലെന്ന് വിചാരിച്ചാൽ അവരാരെങ്കിലും വിഷമിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ പ്രഭുപാദർ അംബരീഷ് പ്രഭുവിൻ്റെ അടുത്ത് എത്രമാത്രം പ്രീതിയോടുകൂടി ഇരിക്കുന്നുവോ അതിലേക്ക് വേണ്ടിയിട്ട് 6 രൂപ സംഭാവന കൊടുക്കുന്ന ഒരു ബംഗ്ലാദേശുകാരൻ ഭക്തൻ്റെ അടുത്തും പ്രഭുപാദിന് അതേ പ്രീതി ഉണ്ടാകും. കാരണം ആ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആൾക്ക് ഒരുപക്ഷെ ആ 6 രൂപയായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം. അപ്പോൾ നമ്മുടെ ഭാവം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ ഭക്തിയുത സേവനത്തിൻ്റെ എല്ലാ അംഗങ്ങളിലും നമ്മുടെ ഭാവം എന്ന് പറയുന്നത് പരമപ്രധാനമാണ്. ഇത് നമ്മൾ എത്രമാത്രം ഇതിനെ ഊന്നൽ കൊടുത്ത് പറഞ്ഞാലും അതൊരിക്കലും കൂടുതലാവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഭാവം കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. മനസ്സിലായില്ലേ? പ്രീതിപൂർവകമായ ഭാവം എന്ന് പറയുന്നത് ഈ ഭക്തിയുടെ തലത്തിൽ തന്നെ വളരെ ഉയർന്ന ഒരു തലത്തിലുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും അറ്റ് ബെസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്യൂട്ടിഫുള്ളായിട്ട് നമ്മൾ, അതായത് ഇതെൻ്റെ ഒരു കർത്തവ്യ നിർവഹണം എന്ന നിലയിലേക്കാണ് പരമാവധി നമ്മളെല്ലാവരും ഇത് ചെയ്യുന്നത്, അല്ലേ? ഇപ്പം ഞാൻ ഒരു ക്ലാസ് കൊടുക്കുന്നതായാലും ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഗുരു എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാനിത് എനിക്കറിയാവുന്ന ഞാൻ 10 പേർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവിടെ എനിക്ക് പരമപ്രധാനമായിട്ട് ഞാൻ കാണുന്ന ഇത് എനിക്ക് തന്നിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ഞാൻ അതിനെ നിറവേറ്റുകയാണ്. മനസ്സിലായില്ലേ? വളരെ ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടപ്പോൾ ഞാൻ അതിനുവേണ്ടി, നമ്മളെല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണ്, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, അല്ലേ? ഞാൻ 16 മാല ജപിക്കാമെന്ന് ഞാൻ എൻ്റെ ഗുരുവിനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെൻ്റെ ഉത്തരവാദിത്വമാണ്, അല്ലേ? പക്ഷേ എപ്പോഴാണോ ആ ജപമാല കാണുമ്പോൾ എനിക്ക് ഭഗവാനെ സ്മരണ വരുന്നതും എപ്പോഴാണ് എനിക്ക് വീണ്ടും ജപിക്കാൻ കഴിയുക എന്നതും, ഇതാണ് പ്രീതിപൂർവകമായ ഭജന എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാൻ എപ്പോഴും ആരതി ഒഴിയുന്നതും ക്ഷേത്രം പണിയുന്നതും ഭഗവാനെ സ്ഥാപിച്ച് വിഗ്രഹാരാധന നടത്തുന്നതുമെല്ലാം. അപ്പോൾ ആ നരസിംഹാനന്ദ ബ്രഹ്മചാരിയുടെ തലത്തിലേക്ക് നമുക്കെല്ലാവർക്കും എത്താൻ കഴിയണം. അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം കൊണ്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഭഗവാൻ എപ്പോഴും നോക്കുന്നത് ഇവൻ്റെ ഭക്തിഭാവം എത്ര പരിപൂർണമാണ് എന്നത് മാത്രമേ നോക്കുന്നുള്ളൂ. ഭഗവാൻ അവിടെ നിന്നും കുലിയഗ്രാമത്തിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോകുവാനുള്ള വഴിയിൽ വീണ്ടും ആയിരക്കണക്കിന് ഭക്തന്മാർ ഭഗവാനെ കാണാനായിട്ട് വരികയാണ്. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു,
ഭഗവാനെ ഒരിക്കൽ തന്നെ ദർശിച്ച മാത്രയിൽ തന്നെ ഈ കാണുന്നവർക്കെല്ലാവർക്കും അവരുടെ ദുഃഖങ്ങളെല്ലാം അകന്നു പോകുന്നതായിട്ട് അനുഭവപ്പെട്ടു. എവിടെയെല്ലാം ഭഗവാന്റെ കാലടി പതിഞ്ഞു അവിടെയെല്ലാം ആളുകൾ നമസ്കരിച്ച് അവിടെയെല്ലാം വലിയ വലിയ കുഴികളായി മാറി. അങ്ങനെ ഭഗവാൻ നടന്ന് മഹാപ്രഭു രാമകേലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നെത്തി. രാമകേലി എന്ന് പറയുന്ന ഗ്രാമം നമ്മൾ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഗൗഡീയ വൈഷ്ണവ ഭക്തന്മാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് രാമകേലി ഗ്രാമം എന്ന് പറയുന്നത്. അവിടെ വച്ചാണ് മഹാപ്രഭു രൂപസനാതന ഗോസ്വാമിമാരെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ രാമകേലിയിൽ അവിടെ മഹാപ്രഭു എത്തി. അപ്പോൾ നവാബ് ഹുസൈൻ ഷാ ഇത് അറിഞ്ഞു. അതായത് തൻ്റെ ഭരണപ്രദേശത്തിനകത്ത് ഏതോ ഒരു ഹിന്ദു ദിവ്യൻ വന്നെത്തിയിരിക്കുന്നു. എത്രയോ ആളുകൾ അയാളുടെ പുറകെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ചിന്തിക്കുന്നത്, ഈ രാജാവ് ചിന്തിച്ചു, ഇത് ഒരു പ്രവാചകനായിരിക്കണം. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനാണ് പരമപ്രധാനമായിട്ടുള്ള വ്യക്തി. അപ്പോൾ രാജാവ് പറഞ്ഞു, വിനാദാനെ ഏത്ത ലോക യാൻഡ്ര പാച്ഛഹയ സെയ്ത്ത ഗോസാന ഇഥ ജാനിഹ നിശ്ചയ. അപ്പോൾ പറഞ്ഞു, ഈ ഹിന്ദു പ്രവാചകനെ നമ്മൾ ഒരു കാരണവശാലും അദ്ദേഹത്തിനെ അലോസരപ്പെടുത്തരുത്. അദ്ദേഹത്തിന് എന്താണോ ചെയ്യേണ്ടത് അദ്ദേഹം ചെയ്തു കൊള്ളട്ടെ എന്നുള്ള ഒരു ഉത്തരവ് ഈ രാജാവ് ഇറക്കി. എന്നിട്ട് രാജാവിൻ്റെ ഒരു അനുയായി ഉണ്ടായിരുന്നു, കേശവഛത്രി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ അനുയായി കേശവഛത്രി വിളിച്ചിട്ട് ചോദിച്ചു, ആരാണ് ഈ കൃഷ്ണ ചൈതന്യ എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും ഈ പുറകെ ഓടി നടക്കുന്നത്? അപ്പോൾ കേശവഛത്രിക്ക് മനസ്സിലായി, രാജാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും രാജാവിന് ചെറിയ ഒരു ഭയമുണ്ട് മനസ്സുകൊണ്ട്. അതായത് ഈ ഹിന്ദു ഇയാളുടെ പുറകെ ഇത്രയും ആളുകൾ ഓടിക്കൂടുകയാണെങ്കിൽ ഇയാൾ ഈ ആൾക്കാരെ എല്ലാം കൂട്ടി എൻ്റെ രാജ്യഭരണത്തിന് ഇയാളൊരു വെല്ലുവിളിയാകുമോ എന്നൊരു ഭയം ഈ നവാബ് ഹുസൈൻ ഷായ്ക്കുള്ളതായിട്ട് കേശവഛത്രിക്ക് മനസ്സിലായി. അപ്പോൾ കേശവഛത്രി എന്ത് പറഞ്ഞു, രാജാവേ, ഇത് ഒരു പാവം സന്യാസിയാണ്. ഈ വിചാരിക്കുന്നത്ര ആളുകളൊന്നും ഇദ്ദേഹത്തെ കാണാൻ പോവുകയോ ഇദ്ദേഹത്തിന് അനുയായികളായിട്ടൊന്നുമില്ല. ഏതാനും പേർ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടുന്നു. അദ്ദേഹം ഒരു സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അല്ലാതെ അങ്ങ് ശ്രദ്ധിക്കേണ്ട തലത്തിലുള്ള ഒന്നും ഇദ്ദേഹത്തിൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് കേശവഛത്രി ഒരു ബ്രാഹ്മണനെ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അങ്ങ് രാമകേളി വിട്ടു പോകണം, കാരണം രാജാവ് അങ്ങേ ശ്രദ്ധിച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നവാബ് ഹുസൈൻ ഷാ കേശവഛത്രിയോട് ചോദിച്ചിട്ട് അടുത്തതായി തൻ്റെ ദബീർ ഖാസ് എന്ന് പറയുന്ന ഫൈനാൻസ് മിനിസ്റ്ററായ രൂപ ഗോസ്വാമിയോടും ചോദിച്ചു, ഇതാരാണ് വന്നിരിക്കുന്നത്? അപ്പോൾ രൂപ ഗോസ്വാമി പറയും, അങ്ങേക്ക് ഈ രാജ്യം കിട്ടിയിരിക്കുന്നത് അങ്ങയുടെ പ്രവാചകൻ്റെ കാരുണ്യം കൊണ്ടിട്ടാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങേക്ക് ഈ രാജ്യം കിട്ടി. അങ്ങ് ഇത്രയും എന്താ പറയുക, അങ്ങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങേക്ക് വിജയം കിട്ടുന്നു. അപ്പോൾ അങ്ങ് മനസ്സിൽ സ്വയം ചോദിക്കുക, ആരായിരിക്കാം ഇയാൾ എന്ന്. എന്നിട്ട് പറയും, രാജാവെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു സന്ദേശവാഹകനാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ സ്വയം ചിന്തിക്കണം. അപ്പോൾ രൂപഗോസ്വാമി ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഹുസൈൻ ഷാ തൻ്റെ മനസ്സുകൊണ്ട് തന്നെ മഹാപ്രഭുവിനെ തിരിച്ചറിയണം. അപ്പോൾ ഹുസൈൻ ഷാ രൂപഗോസ്വാമിയോട് പറഞ്ഞു, കൃഷ്ണ ചൈതന്യ മഹാപ്രഭു ദൈവമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രൂപഗോസ്വാമിയുടെ ആ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നവാബ് ഹുസൈൻ ഷായ്ക്ക് ഇത്രയും വലിയ ഒരു തിരിച്ചറിവുണ്ടായത്. അതിനുശേഷം ദബീർ ഖാസും സാക്കര മല്ലിക്കും ചേർന്ന് ചൈതന്യ മഹാപ്രഭുവിനെ കാണുവാനായി അർദ്ധരാത്രിയിൽ വേഷപ്രച്ഛന്നരായി അവർ രണ്ടുപേരും രാമകേലി ഗ്രാമത്തിലേക്ക് പോയി. അവിടെ പോയി ആദ്യം അവർ നിത്യാനന്ദ പ്രഭുവിനെയും ഹരിദാസ് ഠാക്കൂറിനെയും കണ്ടു. അപ്പോൾ ഇവർ രണ്ടുപേരും പോയിട്ട് ചൈതന്യ മഹാപ്രഭുവിനോട് പറഞ്ഞു, ഇങ്ങനെ രണ്ട് സഹോദരന്മാർ വന്നിരിക്കുന്നു. അപ്പോൾ അവർ ദൂരത്തു നിന്ന് തന്നെ രണ്ട് വൈക്കോൽ തുരുമ്പെടുത്ത് പല്ലിനിടയ്ക്ക് കടിച്ച് പിടിച്ച് കഴുത്തിന് ചുറ്റും ഒരു തുണിയും വരിഞ്ഞ് കെട്ടി. ഇതാണ് നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ വിനമ്രത പ്രകടിപ്പിക്കുന്ന ഒരു രീതി ഇതാണ് എന്ന് നമ്മൾ ചൈതന്യലീലയിൽ നിന്നും മനസ്സിലാക്കുന്നു. പല
നമ്മുടെ വൈഷ്ണവ ഭജനകളിലും ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ദന്തേ തൃണധോരി എന്ന് പറയും. അതായത് പല്ലിനിടയ്ക്ക് തൃണ എന്ന് പറഞ്ഞാൽ പുല്ല്, അതായത് വൈക്കോൽ, ഉണങ്ങിയ പുല്ല് പല്ലിനിടയ്ക്ക് കടിച്ചു പിടിച്ചുകൊണ്ട് ദണ്ഡനമസ്കാരം ചെയ്യുന്നതാണ്. അതായത് ഏറ്റവും വിനമ്രതയുടെ ഒരു ലക്ഷണമാണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരും അങ്ങനെ പോയി ദൂരെ നിന്ന് തന്നെ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടു, അവിടെ തന്നെ നമസ്കരിച്ചു. എന്നിട്ട് രണ്ടുപേരും കൈകൾ കൂപ്പി രൂപസനാതനന്മാർ ചൈതന്യ മഹാപ്രഭുവിനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ജയ ജയ ശ്രീകൃഷ്ണ ചൈതന്യ ദയാമയ പതിത പാവന ജയ ജയ മഹാശയ നീച്ചജാതി നീച്ചസംഗി കരി നീച്ച കാജ തൊമാര ആഗ്രത്തെ പ്രഭു കഹിത്തെ വാസിലാജ. അതായത് അവർ ചൈതന്യ മഹാപ്രഭുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ മഹാശയ, അങ്ങ് പതിതപാവനനാണ്, പതിതപാവൻ വിജയമുണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പറയുകയാണ്, നീച്ചജാതി നീച്ചസംഗി കരി നീച്ച കാജ തൊമാരെ അഗ്രത്തെ പ്രഭു കഹിത്തെ വാസിലാജ. അതായത് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളെപ്പോലെ നീചന്മാരായിട്ട് ആരുമേ ഇല്ല. മത്തുല്യോ നാസ്തി പാപാത്മാ നാപരാധിന കശ്ചന പരിഹാരേപി ലജ്ജാമേ കിം ബ്രൂവേ പുരുഷോത്തമ. ഇത് രൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ രചിച്ചിരിക്കുന്നതാണ്. അതായത് നീച്ചജാതി നീച്ചസംഗി കരി നീച്ച കാജ. അതായത് അവർ പറഞ്ഞു, ഞങ്ങൾ നീച്ചജാതിയിലാണ്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നീച്ച സംഘം കൊണ്ടിട്ട് നീചമായ കാര്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ അങ്ങയുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. പതിതപാവന ഹേതു തുമാര അവതാര ആമാ ബായ് ജഗത്തെ പതിത നാഹി ആര. ഞങ്ങളെപ്പോലെ പതിതന്മാരായിട്ട് ആരുമില്ല. അവർ പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും ജഗായ് മഥായേക്കാളും കൂടുതൽ പതിതന്മാരാണ്. എന്തുകൊണ്ടാണ്? അവർ പറയുന്നു, ഞങ്ങൾ ബ്രാഹ്മണ ജാതി താര നവദ്വീപേ ഘര നീച്ച സേവ നാഹി കരേ നാഹേ നീച്ചേര കുർപ്പാര. അതായത് ജഗായ് മഥായെ അങ്ങേക്ക് ഉദ്ധരിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ജഗായ് മഥായ് ബ്രാഹ്മണന്മാരായിരുന്നു. അവർ നവദ്വീപിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അവർ ഒരിക്കലും നീചജാതിയിൽപ്പെട്ടവരെ സേവിച്ചിരുന്നില്ല. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അങ്ങേക്ക് അവരെ ഉദ്ധരിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവർ പറയുകയാണ്, രൂപസനാതനന്മാർ പറയുന്നു, ഞങ്ങൾ ഇപ്പോൾ മ്ലേച്ഛ ജാതിയായിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മ്ലേച്ഛ സേവി, അതായത് മ്ലേച്ഛന്മാരെ സേവിക്കുന്നതിലൂടെ മ്ലേച്ഛ ജാതികളായി. കരി മ്ലേച്ഛ കർമ്മ, അതായത് ഈ മ്ലേച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ മ്ലേച്ഛരായിട്ടുള്ളവരുമായി സംഘത്തിലേർപ്പെട്ടതിലൂടെ ഞങ്ങളുടെ നല്ല ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഏതൊരു മ്ലേച്ഛരായ വ്യക്തികൾ ബ്രാഹ്മണർക്കും പശുക്കൾക്കും എതിരായി പ്രവർത്തിക്കുന്നുവോ അവർക്ക് വേണ്ടി ജോലി ചെയ്തതിലൂടെ ഞങ്ങളുടെ എല്ലാ സംസ്കാരവും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ ഏറ്റവും നീചന്മാരായി തീർന്നിരിക്കുന്നു. അപ്പോൾ അതിന് ഇവിടെ ഉപമിച്ചിരിക്കുന്നത് ഒരു നായയാണ്. അതായത് തൻ്റെ യജമാനനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഒരു നായ അനേകം ആളുകളുടെ നേർക്ക് കുരയ്ക്കും. അതുപോലെ ഒരു യജമാനനെ സേവിക്കുമ്പോൾ നമ്മൾ ആ യജമാനൻ്റെ ആജ്ഞാനുസരണം പല ഏറ്റവും മോശമായ പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ ഇവിടെ അവർ പറയുന്നത്, ഞങ്ങൾ മ്ലേച്ഛന്മാരായി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മ്ലേച്ഛ കുടുംബത്തിൽ ജനിച്ചാലും മ്ലേച്ഛൻ അല്ല, ഇനി മ്ലേച്ഛന്മാരുമായിട്ട് സംഘത്തിലേർപ്പെടുന്നവനും മ്ലേച്ഛൻ. അപ്പോൾ ഇവർ പറയുന്നത്, ഞങ്ങളിപ്പോൾ ഈ മ്ലേച്ഛ എന്ന് പറയുന്നത് നവാബ് ഹുസൈൻ ഷായുടെ ഈ സേവകന്മാരായതുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ആർക്കും ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകേണ്ട കാര്യമില്ല. അവർ പറയുന്നത്, ഞങ്ങൾ ഇങ്ങനെയെല്ലാം സംസ്കാരമുള്ളവരാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്തതിലൂടെ ഞങ്ങളുടെ സംസ്കാരമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു.
എന്തുകൊണ്ടാണ്? ഇവരെല്ലാവരും പശുവിനെ കൊന്നു തിന്നുന്നവരാണ്. ഇവർക്ക് ബ്രാഹ്മണരോട് യാതൊരുവിധ പ്രതിപത്തിയുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യുകയും അവരിൽ നിന്നും പ്രതിഫലം സ്വീകരിക്കുകയും ചെയ്തതിലൂടെ ഞങ്ങൾ ഏറ്റവും പതിതന്മാരായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും അങ്ങ് ഉദ്ധരിക്കണമേ എന്നാണ് രൂപസനാതന ഗോസ്വാമിമാർ പറയുന്നത്. മോരകർമ്മ മോരഹൈത്തെ ഗലായ ബന്ധിയ കുവിഷയ വിഷ്ടഗർത്തെ ദിയാച്ചെ ഫേരാലിയ. അതായത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കൈകൾ രണ്ടും ബന്ധിച്ച് ഞങ്ങളെ ഒരു അന്ധകൂപത്തിലിട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിനകത്ത് ഭൗതികമായിട്ടുള്ള ആസ്വാദനമല്ലാതെ മറ്റൊന്നുമേയില്ല. അമ ഉദ്ധാരിത്തെ ബലി നാഹി ത്രിഭുവനെ പതിതപാവന തുമി സബേ തൊമാവിനെ. ഈ 3 ലോകങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ള ആരുമേ ഇല്ല ഭഗവാനെ. അതുകൊണ്ട് അങ്ങ് തന്നെ ഞങ്ങളെ രക്ഷിക്കണം. ആമ ഉദ്ധാരിയ യതി ദേഖാവോ നിജബല പതിതപാവന നാമ തപേസെ സഫല. അവർ പറയുകയാണ്, ഞങ്ങളെ അങ്ങ് ഉദ്ധരിക്കുകയാണെങ്കിൽ അങ്ങ് തീർച്ചയായിട്ടും പതിതപാവനൻ എന്ന് അറിയപ്പെടും. സത്യ ഏക ബാത്ത് കഹോ സുന ദയാമയ മോവിനു ദയാരപാത്ര ജാഗത്തെ നഹി ഹയ. അവർ പറയുകയാണ്, ഭഗവാനെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞോട്ടെ. സുന ദയാമായി എന്താണ്? മോവിനു ദയാരപാത്ര ജഗത്തേന ഹയ. അതായത് ഞങ്ങളെക്കാൾ അങ്ങയുടെ ദയയ്ക്ക് പാത്രമാകേണ്ടവർ വേറെ ആരുമേ ഇല്ല. എന്തുകൊണ്ടാണ്? നമുക്ക് ആർക്കെങ്കിലും ഭഗവാനോട് അവകാശപ്പെടാൻ കഴിയുമോ? എന്നേക്കാൾ അങ്ങയുടെ ദയയ്ക്ക് പാത്രീഭവിക്കേണ്ടുന്നവൻ ആരുമില്ലെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പറയുന്നതിന് മുമ്പ് ആലോചിക്കും, ഇല്ലേ? ഈ 2 സഹോദരന്മാർ ആലോചിച്ചതേയില്ല. അവർ പറയുകയാണ്, എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങളെക്കാൾ പതിതന്മാരായിട്ട് ആരും ഇല്ലല്ലോ. അങ്ങ് പതിത പാവനനാണ്. അപ്പോൾ ആരാണ് അങ്ങയുടെ ദയയ്ക്ക് പാത്രമാകുന്നത്? പൊതുവെ പതിതരായിട്ടുള്ളവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ദയയ്ക്ക് പാത്രീഭവിക്കേണ്ടവരാണ്. ഇവർ പറയുന്നു, ഞങ്ങളെക്കാൾ പതിതന്മാരായിട്ട് 3 ത്രിഭുവനെ 3 ഭുവനങ്ങളിലും 3 ലോകങ്ങളിലും ഞങ്ങൾ 2 പേരേക്കാൾ പതിതന്മാരായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് ഭഗവാനെ ഒരു കാര്യം പറയുന്നോട്ടെ, ഞങ്ങളാണ് സത്യത്തിൽ അങ്ങയുടെ ദയയ്ക്ക് പാത്രീഭവിക്കേണ്ടത്. അപ്പോൾ എത്രമാത്രം അവരുടെ ആ ഒരു ഉത്സാഹവും കൂടെ നമ്മളിവിടെ കണ്ടുപഠിക്കുകയാണ്, ഇല്ലേ? എങ്ങനെയെങ്കിലും ഭഗവാന്റെ ദയയ്ക്ക് പാത്രീഭവിക്കണമെന്ന് ഉള്ള ഈ 2 സഹോദരന്മാരുടെ അതിയായിട്ടുള്ള ആ ആഗ്രഹം നമ്മളിവിടെ കാണുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഭഗവാൻ അവരുടെ മേൽ അത്രയധികം കാരുണ്യം പ്രകടിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ 2 പേരും ഭഗവാന്റെ നിത്യപാർഷദരാണ്. പക്ഷേ ഈ ലീലയിലൂടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെ വേണം ഭഗവാന്റെ കൃപയ്ക്കായിട്ട് നമ്മൾ യാചിക്കുവാനായിട്ട്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഇവിടെ 2 പേരും വലിയ പണ്ഡിതരാണ്. ഒന്ന് ആലോചിക്കണം, ഒരാൾ പ്രധാനമന്ത്രിയും ഒരാൾ ധനകാര്യമന്ത്രിയുമാണ്. അപ്പോൾ ഭൗതികമായിട്ട് യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന 2 പേരാണ്. അവരാണ് വന്ന് ഇങ്ങനെ ദണ്ഡനമസ്കാരം ചെയ്ത് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറയുന്നത്, അല്ലേ? ഇവരെക്കാളൊക്കെ എത്രയോ 10,000 മടങ്ങ് പതിതരായ നമ്മൾ എന്തെങ്കിലും ഭഗവാൻ നേരിട്ട് മുന്നിൽ വന്ന് നിന്നാൽ പോലും ഇത്രയും പതിതനാണ് ഞാൻ എന്ന് പറയുമോ? ആക്ച്വലി ഞാൻ കുറച്ച് പതിതനാണ്, എന്നെ ഒന്ന് ഉദ്ധരിച്ചാൽ വേണ്ടില്ലായിരുന്നു. ഇതിനപ്പുറത്തോട്ട് പറയാൻ നമ്മുടെ ഈഗോ നമ്മളെ അനുവദിക്കില്ല. അപ്പോൾ യഥാർത്ഥ വിനമ്രത എന്താണെന്ന് ഇത് ചൈതന്യലീലയിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള, അതായത് ഇത്രയും തീവ്രമായിട്ടുള്ള വിനമ്രത പ്രകടിപ്പിക്കുന്ന അവസരങ്ങൾ നമുക്ക് ചൈതന്യലീലയിലാണ് ഇങ്ങനെ ധാരാളമായിട്ട് കാണാൻ പറ്റുന്നത്. മനസ്സിലായില്ലേ? നമ്മളിപ്പോൾ ഭാഗവതം എടുത്ത് വായിക്കുമ്പോഴാണെങ്കിലും ഇപ്പോൾ ഗജേന്ദ്രൻ ഭഗവാനെ അത്രയും ഹൃദയം നൊന്ത് വിളിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് വിളിച്ചത്? കാരണം 1000 വർഷം മുതലയുമായിട്ട് യുദ്ധം ചെയ്തതിന് ശേഷം അവന് മനസ്സിലായി ഇനി നിൽക്കക്കള്ളിയില്ല, അല്ലേ? ഇനി ഈ വേദന സഹിക്കാൻ പറ്റില്ല, ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു, മുജ്ജന്മത്തിൽ വിളിച്ചത്, അത് വച്ചങ്ങ് വിളിച്ചു. അപ്പോൾ
തികച്ചും ആർത്തനായിരുന്ന ഒരവസ്ഥയിലാണ് ഗജേന്ദ്രൻ അങ്ങനെ ഉച്ചത്തിൽ ഭഗവാനെ വിളിച്ചത്. പക്ഷേ ഇവിടെ ഇവരുടെ അവസ്ഥ ആർത്തരായിട്ടുള്ള അവസ്ഥ കൊണ്ടിട്ടല്ല ഇവർ ഈ വന്ന് നിൽക്കുന്നത്. ആർത്തൻ എന്ന് വെച്ചാൽ ദുഃഖിതൻ. ഭൗതിക തലത്തിലെടുത്തു കഴിഞ്ഞാൽ രൂപഗോസ്വാമിക്ക് സനാതന ഗോസ്വാമിക്ക് എന്ത് ദുഃഖമാണുള്ളത് അല്ലേ? ഒരു മുസ്ലിം രാജാവും രാജാവിൻ്റെ വലങ്കൈ ഒരു ചേട്ടൻ, ഇടങ്കൈ അനിയൻ. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു രാജാവിൻ്റെ വലങ്കൈ ഞാനും ഇടങ്കൈ നിങ്ങളിലൊരാളുമാണെന്ന് ധരിക്കുക. നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഭഗവാനെ രാജാവ് നന്നായിരിക്കണേ, ഇനി അവനെന്ത് ദുഷ്ടത്തരം ചെയ്താലും വേണ്ടില്ല അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഇതാണ് ഞാൻ പറയുന്നത്, എന്താണ് യഥാർത്ഥ മൂല്യമുള്ളത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒട്ടും കാത്തിരിക്കരുതെന്നുള്ളതാണ് രൂപസനാതന ഗോസ്വാമിമാരിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇത് ഏറ്റവും ഉയർന്ന തലമാണ്. അതായത് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ ഇവർ രണ്ടുപേരും ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കിങ്ങനെ പോകാം, ഇങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞു. അതായത് എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മേൽ അങ്ങ് കാരുണ്യം കാണിക്കണമേ. ആപ്പനെ ആരോഗ്യ ദേഖി മനെ പാൻ ശോഭ തഥാപി തുമാര ഗുണേ ഉപജയലോഭ. അതായത് അങ്ങയെക്കുറിച്ച് കേട്ട ഉടൻ തന്നെ ഞങ്ങൾ അങ്ങയിൽ ആകർഷിതരാവുകയാണ് ഉണ്ടായത്. പക്ഷേ ഞങ്ങൾക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അങ്ങയുടെ കാരുണ്യത്തിന് ഞങ്ങൾ പാത്രീഭവിക്കാൻ കഴിയാതെ പോകുമോ എന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം ഞങ്ങൾ ചന്ദ്രൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന കുള്ളന്മാരെ പോലെയാണ്. അതായത് എത്ര പൊക്കമുണ്ടായാലാണ് നമുക്ക് ചന്ദ്രനെ കൈ പിടിക്കാൻ പറ്റുക അല്ലേ? പക്ഷെ ഇവർ പറയാണ് നമ്മൾ ജന്മനാ കുള്ളന്മാരാണ്, എന്നിട്ട് നമ്മൾ എന്താണ് നോക്കുന്നത്? ചന്ദ്രനെ കൈകൊണ്ട് പിടിക്കാനാണ്. അപ്പോൾ നമുക്കറിയാം, രൂപസനാതന ഗോസ്വാമിയർ പറയുകയാണ്, ഞങ്ങൾക്കറിയാം ഇതിനുള്ള ഒരു കഴിവോ യോഗ്യതയോ ഇല്ല, പക്ഷേ എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഇത് കിട്ടണം എന്നുള്ള ഏറ്റവും ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അതിനോട് ചേർത്ത് തന്നെ യമുനാചാര്യരുടെ സ്തോത്രരത്നത്തിൽ നിന്നും ഒരു സ്തോത്രം ഇവിടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഉദ്ധരിക്കുന്നുണ്ട്. ഭവന്തം ഏവാനുചരം നിരന്തരഃ പ്രശാന്ത നിശേഷ മനോ രഥാന്തര കദാഹം ഐകാന്തിക നിത്യകിങ്കരഃ പ്രഹാരശിഷ്യാമി സനാഥ ജീവിതം. അതായത് എപ്പോഴും അങ്ങയെ സേവിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭൗതിക ഇച്ഛകളിൽ നിന്നും പൂർണ്ണമായും മുക്തനാവുകയും പൂർണ്ണ സംതൃപ്തനാവുകയും ചെയ്യുന്നു. എപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു യജമാനനെ ലഭിക്കുക? എപ്പോഴാണ് ഇങ്ങനെ ഒരു യജമാനന് വേണ്ടിയിട്ട് എനിക്ക് നിത്യസേവ ചെയ്യുവാൻ കഴിയുക? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു യജമാനൻ ആവശ്യമാണ്. ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട് ഇല്ലേ? പ്രഭുപാദരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കും. അതായത് ഇഫ് യു ഡു നോട്ട് സെർവ് ഗോഡ് യു വിൽ സെർവ് ഡോഗ്. പ്രഭുപാദൻ്റെ വാക്കാണിത് അല്ലേ? ഇഫ് യു ഡു നോട്ട് സെർവ് GOD യു വിൽ സെർവ് DOG. എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ സേവിക്കുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പ്രഭുപാദ പറയാം, അപ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ആരെയാണോ ഏറ്റവും പൂജനീയൻ ആ വ്യക്തിയെ സേവിക്കുന്നതല്ലേ ബുദ്ധി. ഇപ്പോൾ രൂപസനാതന ഗോസ്വാമിമാർ ഇതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾസാണ്, ഉത്തമ ഉദാഹരണങ്ങളാണ്. അതായത് അവർക്ക് മനസ്സിലായി നവാബ് ഹുസൈൻ ഷാ നമുക്ക് ധാരാളം പൈസ തരുന്നുണ്ട്, വലിയ വീട് തന്നിട്ടുണ്ട്, കൊട്ടാരം തന്നിട്ടുണ്ട്, ഭൃത്യന്മാരെ തന്നിട്ടുണ്ട്, എല്ലാ ഐശ്വര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ നവാബ് ഹുസൈൻ ഷായുടെ നായയായിട്ടിരിക്കുന്നതാണോ ചൈതന്യ മഹാപ്രഭുവിൻ്റെ നായയായിട്ടിരിക്കുന്നതാണോ നല്ലതെന്ന് അവർ രണ്ടുപേരും അവരുടെ വിവേചന ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, തീരുമാനിച്ചു അല്ലേ? ഈ യജമാനനല്ല അനുയോജ്യനായിട്ടുള്ളത്, ആ യജമാനനാണ് അനുയോജ്യനായിട്ടുള്ളത്. ആ തീരുമാനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇവർ രണ്ടുപേരെയും
ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ വളരെ പഴയ ഭൃത്യന്മാരാണ്. ഇന്നു മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെയും പേര് ഞാൻ മാറ്റുന്നു. രൂപ സനാതന എന്ന് ഇനിമേൽ നിങ്ങൾ അറിയപ്പെടും. മാത്രമല്ല, നിങ്ങൾ ഇത്രയും വിനമ്രത പ്രകടിപ്പിക്കുമ്പോൾ എൻ്റെ ഹൃദയം തന്നെ തകരുകയാണ്. ഇതിനു മുൻപും നിങ്ങൾ എനിക്ക് അനേകം കത്തുകൾ അയച്ചിട്ടുണ്ട്. ഓരോ തവണയും എന്നെ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഞാൻ രാമകേളി വഴി വന്നത് നിങ്ങൾ രണ്ടുപേരെയും കാണുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കരുത്. തീർച്ചയായിട്ടും കൃഷ്ണൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും മുക്തി നൽകുന്നതായിരിക്കും എന്ന് പറഞ്ഞ് മഹാപ്രഭു അവർ രണ്ടുപേരെയും അനുഗ്രഹിച്ചു. അതിനുശേഷം മഹാപ്രഭു മറ്റുള്ള ഭക്തന്മാരോടെല്ലാം പറഞ്ഞു, ദ്വിജനെ പ്രഭുരകൃപ ദേക്കി ഭക്തഗണെ ഹരിഹരി ബലേ സഭ ആനന്ദിതമനെ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ വൈഷ്ണവന്മാരുടെയും പാദങ്ങളെ അവർ രണ്ടുപേരും തൊട്ടുവന്ദിച്ചു. നിത്യാനന്ദ പ്രഭു, ഹരിദാസ് ഠാക്കൂർ, ശ്രീവാസ പണ്ഡിതൻ, ഗദാധര പണ്ഡിതൻ, മുകുന്ദ, ജഗദാനന്ദ, മുരാരി, വക്രേശ്വര ഇത്യാദിയുള്ള ഭക്തന്മാരെല്ലാവരെയും ഇവർ രണ്ടുപേരും കാൽ തൊട്ട് വന്ദിച്ചു. കാരണം മഹാപ്രഭുവും പറഞ്ഞു, ഈ വൈഷ്ണവന്മാരുടെ അനുഗ്രഹമില്ലെങ്കിൽ ഇവർക്ക് വൈഷ്ണവരാകാൻ കഴിയില്ല എന്ന്. അതിനുശേഷം സനാതന ഗോസ്വാമി മഹാപ്രഭുവിനോട് പറയും, അങ്ങ് ഈ നവാബ് ഹുസൈൻ ഷാ നല്ലവനൊക്കെയാണ്, പക്ഷേ വിശ്വസിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഇത്രയും ആളുകളോടൊപ്പം അങ്ങ് പോകുന്നത് അത്രയ്ക്ക് നല്ലതല്ല. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് വേറെ വഴി നോക്കുന്നതായിരിക്കും നല്ലത് എന്ന്. അങ്ങനെ മഹാപ്രഭു കനായ് നടശാലയിലേക്ക് പോയി. അവിടെ കൃഷ്ണൻ്റെ അനേകം ലീലകൾ അദ്ദേഹം ദർശിച്ചു. അതിനുശേഷം സനാതന ഗോസ്വാമി പറഞ്ഞതിനെക്കുറിച്ച് മഹാപ്രഭു ആലോചിച്ചു. എന്നിട്ട് മഹാപ്രഭു വിചാരിച്ചു, ഇത്രയും ആളുകളെയും കൊണ്ട് വൃന്ദാവനത്തിലേക്ക് പോകണ്ട, ഇനി പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോകണം, കൂടിപ്പോയാൽ കൂടെ ഒരാളെ മാത്രം കൂട്ടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ മഹാപ്രഭു തിരിച്ച് ജഗന്നാഥപുരിയിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ശാന്തിപുരത്തിലെത്തി. അദ്വൈതാചാര്യൻ്റെ ഗൃഹത്തിൽ ഏതാനും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അപ്പോൾ അവിടെ ശച്ചി മാതാവ് വരികയും ചൈതന്യ മഹാപ്രഭുവിന് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹം സ്വീകരിച്ച് അദ്ദേഹം വീണ്ടും ജഗന്നാഥപുരിയിലേക്ക് തന്നെ മടങ്ങി. അപ്പോൾ വീണ്ടും ഭക്തന്മാരെല്ലാവരും അദ്ദേഹത്തോടൊപ്പം പോകാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും എൻ്റെ കൂടെ വരരുത്, എല്ലാ വർഷവും നിങ്ങൾ രഥയാത്രാ സമയത്ത് മാത്രം ഇങ്ങോട്ട് വരിക. അങ്ങനെ ജഗന്നാഥപുരിയിൽ കുറച്ച് നാൾ തങ്ങിയതിന് ശേഷം ഇത്തവണ, ഇത് മൂന്നാമത്തെ തവണ, ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് പോകാൻ ബലഭദ്ര ഭട്ടാചാര്യരെ മാത്രം കൊണ്ട് ജാരികണ്ഠ വനത്തിലൂടെ വാരാണസിയിൽ വന്നെത്തി. വാരാണസിയിൽ അദ്ദേഹം 4 ദിവസം താമസിച്ചു. അതിനുശേഷം വൃന്ദാവനത്തിലേക്ക് പുറപ്പെട്ടു. ആദ്യം മഥുരയിലെത്തി. മഥുരയിലെല്ലാം കണ്ട ശേഷം അദ്ദേഹം 12 കാനനങ്ങളിലൂടെ സഞ്ചരിച്ചു. അപ്പോൾ അവിടെയെല്ലാം മഹാപ്രഭുവിന് ആനന്ദാതിരേകമുണ്ടാവുകയും ബലഭദ്ര ഭട്ടാചാര്യൻ ഒരു വിധത്തിൽ മഹാപ്രഭുവിനെ അവിടെ നിന്നും മഥുരയിൽ നിന്നും തിരിച്ച് കൊണ്ടുവന്നു. അദ്ദേഹം പ്രയാഗിലേക്ക് മടങ്ങിയെത്തി. അവിടെ വച്ചാണ് ചൈതന്യ മഹാപ്രഭു രൂപ ഗോസ്വാമിക്ക് രൂപശിക്ഷ എന്ന് പറയുന്ന ദശാശ്വമേധ ഘാട്ടിൽ രൂപശിക്ഷ നൽകുന്നത്. അവിടെ വച്ചിട്ടാണ്, പ്രയാഗിൽ വച്ചിട്ടാണ്. അതിനുശേഷം രൂപഗോസ്വാമിയോട് മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം വീണ്ടും വാരാണസിയിലേക്കെത്തി. അവിടെ സനാതന ഗോസ്വാമി ഭഗവാനെ കണ്ടുമുട്ടി. ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് 2 മാസം അവിടെ ശിക്ഷണം നൽകി, സനാതന ശിക്ഷ. അതിനുശേഷം മഥുരയിലേക്ക് അദ്ദേഹത്തെയും പറഞ്ഞയച്ചു. അതിനുശേഷം അനേകം മായാവാദി സന്യാസിമാർക്ക് ഭഗവാൻ കാരുണ്യമേകി. എന്നിട്ട് ഭഗവാൻ തിരിച്ച് ജഗന്നാഥപുരിയിലേക്ക് മടങ്ങി. പിന്നീട് 6 വർഷക്കാലം ചൈതന്യ മഹാപ്രഭു ഭാരതത്തിൻ്റെ അനേകം ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ഇതാണ് മധ്യലീലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. 248 ശ്ലോകം വരെ മധ്യലീലയിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളുടെ സംക്ഷേപമാണ് നമ്മളിതിൽ കേട്ടത്. പക്ഷേ ഇതിൽ രാമകേലിയിൽ രൂപസനാതനന്മാരെ കണ്ടുമുട്ടുന്നത് വളരെ വിശദമായിട്ട് തന്നെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിക്കുകയും ചെയ്തു. 249 ശ്ലോകം മുതൽ 287 ശ്ലോകം വരെ അന്ത്യലീലയുടെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള
ഒരു വർണ്ണനയും അദ്ദേഹം നടത്തുന്നുണ്ട്. അതായത് ചൈതന്യ മഹാപ്രഭു പുരിയിൽ 18 വർഷം കഴിച്ചു കൂട്ടിയപ്പോൾ എല്ലാ വർഷവും ബംഗാളിൽ നിന്നുള്ള ഭക്തന്മാർ 4 മാസം അവിടെ വന്നു നിന്ന് ഭഗവാനെ കാണുമായിരുന്നു. അപ്പോൾ അവരോടൊപ്പം ഭഗവാൻ എന്താ പറയുക, നിർത്താതെ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപവും നർത്തനത്തിലും ഭഗവാൻ ഏർപ്പെട്ടിരുന്നു. എല്ലാവർക്കും, അതായത് ഏറ്റവും ചണ്ടാളൻ്റെ തലത്തിലുള്ള മനുഷ്യന് വരെ മഹാപ്രഭു കൃഷ്ണപ്രേമം വാരി വിതറി എന്നാണ് പറയുന്നത്. ഭഗവാന്റെ കൂടെ പുരിയിൽ വസിച്ചിരുന്ന ഭക്തന്മാരെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. പണ്ഡിത ഗോസായി, വക്രേശ്വര പണ്ഡിറ്റ്, ദാമോദര, ശങ്കര, ഹരിദാസ് ഠാക്കൂർ, ജഗദാനന്ദ, ഭഗവാൻ ദാസ്, ഗോവിന്ദ, കാശീശ്വര, പരമാനന്ദപുരി, സ്വരൂപ് ദാമോദർ, രാമാനന്ദ റായ്, ഇവരാണ് ഇതിൽ മുഖ്യരായിട്ടുള്ളവർ. എല്ലാ വർഷവും 4 മാസം ഭഗവാനെ കാണാൻ വന്നതിൽ മുഖ്യരായിട്ടുള്ളവർ അദ്വൈതാചാര്യൻ, നിത്യാനന്ദ പ്രഭു, മുകുന്ദ, ശ്രീവാസ്, വിദ്യാനിധി, വാസുദേവ, മുരാരി ഗുപ്ത എന്നുള്ളവരാണ്. അതിനുശേഷമുള്ള ശ്ലോകങ്ങളിൽ പുരിയിലെ ചില ലീലകളെക്കുറിച്ചിട്ട് സംക്ഷിപ്തമായി കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ഹരിദാസ് ഠാക്കൂർ തൻ്റെ ശരീരം വെടിഞ്ഞപ്പോൾ എപ്രകാരം ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം അദ്ദേഹത്തിൻ്റെ അന്ത്യേഷ്ടിക്രിയ നടത്തി എന്നുള്ളതിനെക്കുറിച്ചിട്ട്. പിന്നീട് രൂപ ഗോസ്വാമി വീണ്ടും ജഗന്നാഥപുരിയിലെത്തി മഹാപ്രഭുവിനെ കാണുകയും അവിടെ വച്ച് മഹാപ്രഭു അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം മഹാപ്രഭു ഛോട്ട ഹരിദാസ് എന്ന് പറയുന്ന തൻ്റെ ഒരു അനുയായിയെ ശിക്ഷിക്കുന്നു. ദാമോദര പണ്ഡിതരും മഹാപ്രഭുവും തമ്മിലുള്ള ചില ലീലകൾ. സനാതന ഗോസ്വാമി വീണ്ടും പുരിയിൽ വന്ന് മഹാപ്രഭുവിനെ കാണുന്നു. അപ്പോൾ ആ ജ്യേഷ്ഠമാസത്തിൽ മഹാപ്രഭു എപ്രകാരം സനാതന ഗോസ്വാമിയെ പരീക്ഷിച്ചു എന്നും പിന്നീട് അദ്ദേഹത്തെ വൃന്ദാവനത്തിലേക്ക് മടക്കി അയച്ചു എന്നും അതിനുശേഷം എപ്രകാരം അദ്വൈതാചാര്യൻ മഹാപ്രഭുവിന് ഭക്ഷണം വിളമ്പിക്കൊടുത്തതും നിത്യാനന്ദ പ്രഭുവിനെ ബംഗാളിലേക്ക് ഭഗവത് പ്രേമം പ്രചരിപ്പിക്കുവാനായി ഭഗവാൻ പറഞ്ഞയച്ചതും അതിനുശേഷം വല്ലഭ ഭട്ടൻ മഹാപ്രഭുവിനെ കാണുകയും മഹാപ്രഭു ദിവ്യനാമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് വല്ലഭ ഭട്ടനോട് പറയുന്നതിനെ കുറിച്ചിട്ടും അന്ത്യലീലയിലാണ് ഇതെല്ലാം ഉള്ളത്. പ്രദ്യുമ്ന മിശ്ര രാമാനന്ദരായരുടെ അടുത്തേക്ക് പ്രദ്യുമ്ന മിശ്രയെ പറഞ്ഞയക്കുന്നു കൃഷ്ണകഥ കേൾക്കുവാനായിട്ട്. രാമാനന്ദരായരുടെ അനുജനായ ഗോപിനാഥ പട്ടനായകനെ എപ്രകാരം മരണത്തിൽ നിന്നും ചൈതന്യ മഹാപ്രഭു രക്ഷിച്ചു, ഇതും അന്ത്യലീലയിലാണുള്ളത്. പിന്നെ രാമചന്ദ്രപുരി ചൈതന്യ മഹാപ്രഭു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നു എന്ന് മഹാപ്രഭുവിനെ വിമർശിക്കുകയും അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു താൻ ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അന്ത്യലീലയിൽ 8ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വർണ്ണനയുണ്ട്. അങ്ങനെ അനേകം ആളുകൾ പുരിയിലേക്ക് തീർത്ഥാടനത്തിനെന്നോളം വരുമായിരുന്നു. അവരുടെ എല്ലാം ഉദ്ദേശം മഹാപ്രഭുവിനെ കാണലായിരുന്നു. അതിൽ അനേകം ദേവലോകങ്ങളിൽ നിന്നും ഉപരിലോകങ്ങളിൽ നിന്നുള്ള അനേകം പേർ മനുഷ്യരുടെ രൂപത്തിൽ പ്രച്ഛന്ന വേഷധാരികളായിട്ട് വന്ന് അവരെല്ലാം മഹാപ്രഭുവിനെ കണ്ടുപോയി എന്നതിനെക്കുറിച്ചിട്ടും അന്ത്യലീലയിൽ പറയുന്നുണ്ട്. അങ്ങനെ എങ്ങനെയെല്ലാം മഹാപ്രഭു ആളുകളെ കാണുകയും അവർക്കെല്ലാവർക്കും മഹാപ്രഭു കൃഷ്ണപ്രേമം നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ചിടാദഹി മഹോത്സവത്തിൽ രഘുനാഥദാസ് എപ്രകാരം നിത്യാനന്ദ പ്രഭുവിനെ സമീപിച്ചുവെന്നും അതിനുശേഷം അവസാനം രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാദങ്ങളിൽ അദ്ദേഹത്തിന് ആശ്രയം ലഭിച്ചു. അത് സ്വരൂപ് ദാമോദർ ഗോസ്വാമിയോടൊപ്പം വർഷങ്ങളോളം രഘുനാഥ് ദാസ് ഗോസ്വാമിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ അവസാനത്തെ 12 വർഷത്തെ ലീലകളെ വളരെ സംക്ഷിപ്തമായിട്ട് ഇത്രയും ശ്ലോകങ്ങളിലൂടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിച്ച് ശ്രീരൂപ രഘുനാഥ പദയാര ആശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ ഇപ്രകാരം ചൈതന്യ ചരിതാമൃതത്തിൻ്റെ മധ്യലീലയിലെ 1ാമത്തെ അധ്യായം ഇവിടെ ഇപ്രകാരം ഉപസംഹരിക്കപ്പെടുന്നു. പ്രഭുപാദർ ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. ശ്രീരൂപ രഘുനാഥ പാദയാര ആശ ചൈതന്യ ചരിതാമൃത കഹേ കൃഷ്ണദാസ എന്ന് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തന്മാരുടെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ടാണ് കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി തൻ്റെ മിക്കവാറും അധ്യായങ്ങൾ ഉപസംഹരിക്കുന്നത് എന്നതിൻ്റെ കാരണം പ്രഭുപാദർ പറയുന്നു. ഷഡ്ഗോസ്വാമികളുടെ
പാത പിന്തുടരാത്തവർക്ക് കൃഷ്ണനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ ഒരു ദൃഷ്ടാന്തം നമുക്കേവർക്കും മനസ്സിലാകുവാൻ വേണ്ടിയിട്ടാണ് ഇപ്രകാരം കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി ഓരോ അധ്യായത്തിൻ്റെയും അന്ത്യത്തിൽ രൂപരഘുനാഥ എന്ന് പറഞ്ഞ് ഷഡ്ഗോസ്വാമിമാരെ വന്ദിക്കുന്നത് എന്നും ശ്രീല പ്രഭുപാദർ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മധ്യലീലയുടെ 1-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്.